എനിക്ക് ചുരിദാർ തയ്ക്കുകയാണെങ്കിൽ എപ്പോഴും ക്ലോത്ത് കട്ട് ചെയ്ത് വാങ്ങിയിട്ട് സ്റ്റിച്ച് ചെയ്യാറാണ് കേട്ടോ പതിവ്. കാരണം വണ്ണുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന രീതിയിലുള്ള ചുരിദാറിൻ്റെ ബിറ്റ് വാങ്ങിയാൽ പാൻറ്റ്, ടോപ്പ്, ഷാളൊക്കെ ഉള്ള അങ്ങനെയുള്ള ബിറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സ്ലീവിനൊക്കെ വീതി കിട്ടുമോ, ക്ലോത്ത് വീതി ഉണ്ടാവുമോ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ കട്ട് ചെയ്ത് 3 മീറ്റർ നമ്മൾ ടോപ്പിനും പാൻറ്റിനും 2 മീറ്റർ വാങ്ങി നമുക്ക് അടിപൊളിയായിട്ട് തയ്ക്കാമല്ലോ. സ്ലീവൊക്കെ ഒരു ബുദ്ധിമുട്ടില്ലാതെ തയ്ക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് വാങ്ങാറുള്ളത്. ഇതിപ്പോൾ എൻ്റെ മോൾ എനിക്ക് ഗിഫ്റ്റ് തന്നതാട്ടോ ഈ ഒരു ക്ലോത്ത് ഇങ്ങനെ ബിറ്റായിട്ടുള്ളത്. അപ്പോൾ ഞാനത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിന്നപ്പോൾ കരുതി എന്നെപ്പോലെ അങ്ങനെ ഡൗട്ടുള്ള സ്ലീവ് ഏത് ഭാഗത്തുനിന്ന് കട്ട് ചെയ്യും അങ്ങനെയൊക്കെ ഡൗട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും കൂടി ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബിറ്റ് ഞാൻ എങ്ങനെയാണ് എനിക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിപ്പം പല രീതിയിൽ കട്ട് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്ന രീതിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇപ്പോൾ ഈ ഒരു ക്ലോത്തിൽ പാൻറ്റിനും ലൈനിങ്ങും ഒന്നായിട്ട് മൊത്തത്തിൽ ഇങ്ങനെ ഒരു ക്ലോത്ത് ഇങ്ങനെ നീളത്തിലൊരു തുണി ഇതിൽ വെച്ചൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്തു, പാൻറ്റാണ് കട്ട് ചെയ്തത്. പാൻറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ക്ലോത്ത് നമുക്ക് ലൈനിങ്ങിന് വേണ്ടിയിട്ട് എടുക്കാമെന്ന് കരുതി ഞാനിതാ ഇതുപോലെ ഇങ്ങനെ 4 ആക്കിയിട്ട് മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ക്ലോത്ത് ആദ്യം 2 ആക്കി മടക്കി, എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്തു നിന്ന് ഒന്നും കൂടി മടക്കിയിട്ട് 2 ആക്കി മടക്കിയിട്ടുണ്ട്. അപ്പോൾ ക്ലോത്ത് നമുക്ക് പാൻറ്റിൻ്റെ ആദ്യം ലെങ്ത്ത് അടയാളപ്പെടുത്തുക. അതുപോലെ തന്നെ ക്ലോത്ത് ഞാൻ 4 ആക്കി മടക്കി ഇടുമ്പോൾ ഇപ്പോൾ ഉള്ള വീതി ഉണ്ടോ, ആ വീതി എന്ന് പറയുന്നത് നമ്മുടെ സീറ്റിംഗ് റൗണ്ടിൻ്റെ അവിടെ ആ വരുന്ന വീതി നോക്കിയിട്ടാണ് ഞാൻ മടക്കിയിട്ടിട്ടുള്ളത്. എനിക്ക് ഒരു 18-19 ഇഞ്ച് വേണം. അപ്പോൾ അതിനനുസരിച്ച് മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുത്തു. ലെങ്ത്തിലേക്ക് നമ്മുടെ കറക്റ്റ് ലെങ്ത്തിലേക്ക് 2 ഇഞ്ച് അരവണ്ണത്തിലും 1.5 ഇഞ്ച് താഴേക്ക് തയ്യൽ തുമ്പ് കൂട്ടി 3.5 ഇഞ്ച് ലെങ്ത്താണ് ഞാൻ തയ്യൽ തുമ്പായിട്ട് പാൻറ്റിന് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇവിടെ നമ്മൾ അരവണ്ണം കൊടുക്കുകയാണ്. അരവണ്ണം എൻ്റെത് 50 ഇഞ്ച് ആയതുകൊണ്ട് 12 അതിൻ്റെ 4 ഭാഗമാക്കിയ 12.5 ഇഞ്ചും 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട്. അലാസ്റ്റിക് അല്ലാത്തതുകൊണ്ട് 1.5 ഇഞ്ചോ 2 ഇഞ്ചൊക്കെ കൊടുത്താൽ മതി. അത് അവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ താഴേക്ക് സീറ്റിംഗ് ലെങ്ത് ആയിട്ട് കൊടുക്കുന്നത് നമ്മുടെ 12.5 ഇഞ്ചിൽ, അതായത് നമ്മൾ അരവണ്ണത്തിന് 4 ഭാഗമാക്കിയ അളവിലേക്ക് ഞാനൊരു 6 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം 18.5 ഇഞ്ച് സീറ്റിംഗ് ലെങ്ത്ത് വരുന്നുണ്ട്. അതേ അളവ് തന്നെ ഞാൻ സീറ്റിംഗ് റൗണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേണമെങ്കിൽ 19-20 ആക്കാൻ കുറച്ച് ലൂസായിട്ട് കിടക്കണം. അപ്പോൾ കുറച്ചൊരു ലൂസായിട്ടുള്ള പാൻറ്റാണ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാനൊരു 19 ഇഞ്ച് കൊടുക്കുന്നുണ്ട് സീറ്റിംഗ് റൗണ്ടായിട്ട്. എന്നിട്ട് അത്രയും ഭാഗം ഞാനിത് അവിടെ നിന്ന് അടയാളപ്പെടുത്തി ഒരു എൽ ഷേപ്പിൽ വരച്ചിട്ട് ഒരു കർവും കൂടി വീഡിയോയിൽ കാണുന്ന പോലെ കർവും കൂടി വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം സെറ്റായിട്ടുണ്ട്. ഇനി ഞാൻ ലെഗ് റൗണ്ട് കുറച്ചൊരു 20 ഇഞ്ച് വീതി ലെഗ് റൗണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 2 ആക്കിയ 10 ഇഞ്ചും 2 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 12 ഇഞ്ചാണ് താഴ്ഭാഗം ലെഗ് റൗണ്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഇതുപോലെ ചെരിച്ച് ഇങ്ങോട്ട് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ പാൻറ്റ് കട്ട് ചെയ്യാനായിട്ട് സിമ്പിളായിട്ടുള്ള ഒരു പാൻറ്റാണ്. അല്ലാതെ നമ്മൾ എന്താ പറയുക ഒരു പെൻസിൽ പാൻറ്റ് അങ്ങനെയൊന്നുമല്ല. സിമ്പിളായിട്ടൊരു പലാസ പോലെയുള്ള ഒരു നോർമലായിട്ടുള്ള പാൻറ്റ്. അപ്പോൾ പാൻറ്റ് ഞാൻ ഇവിടെ കട്ട് ചെയ്തു കേട്ടോ. ഇനി നമുക്ക് ഞാൻ അടുത്തത് ചെയ്യണത് ഈ ഒരു തുണിയിൽ നിന്ന് തന്നെ നമ്മുടെ ലൈനിങ്ങിനാണല്ലോ ഈ ഒരു ക്ലോത്ത് ഉള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ലൈനിങ്ങും കൂടി നമ്മുടെ ടോപ്പിനുള്ള ലൈനിങ് കൂടി കട്ട് ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ക്ലോത്ത് ഇപ്പോൾ 2 ആയിട്ടാണ് മടങ്ങി കിടക്കുന്നത്. ഇനി ഒന്നും കൂടി മടക്കണം. അപ്പോൾ ഞാൻ ആ ഒരു ഇങ്ങനെ കട്ട് ചെയ്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ട് ഇതുപോലെ വീണ്ടും 4 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. അതായത് ഇത്ര വീതിയിലാട്ടോ മടക്കിയിട്ടുള്ളത് കണ്ടോ. ഈ ഒരു വീതിയിലാണ് മടക്കിയിട്ടിട്ടുള്ളത്. കാരണം നമുക്കിതാ ഇവിടെ നമ്മുടെ ഓപ്പണിൻ്റെ ഭാഗത്ത് ഹിപ്പ് റൗണ്ടിൻ്റെ വീതി തയ്യൽ തുമ്പൊക്കെ കിട്ടുന്ന രീതിയിൽ മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ 4 ആക്കി മടക്കിയിട്ടപ്പോൾ നമ്മുടെ ഹിപ്പാണല്ലോ ഏറ്റവും വീതി കൂടുതൽ വരിക. അതിൻ്റെ അളവും അതിൻ്റെ 4 ഭാഗമാക്കിയിട്ടുള്ള അളവും 2 തയ്യൽ തുമ്പൊക്കെ വരുന്ന ആ അളവിലാണ് ഇപ്പോൾ ക്ലോത്ത് മടക്കിയിട്ടിട്ടുള്ളത്. ഇനി ഞാൻ എന്താ പറയുക ലൈനിങ്ങിന് നമുക്ക് ലൈനിങ് തുണിയിൽ നമ്മുടെ അളവുകളൊക്കെ കൊടുക്കാം. ആദ്യം ഷോൾഡർ ഞാൻ 8 ഇഞ്ച് കൊടുത്തു. ആ ഒരു 8 ഇഞ്ചിന് താഴേക്ക് കൈക്കുഴിക്ക് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഇവിടെ നമ്മൾ ചെസ്റ്റിൻ്റെ അളവാണ് കൊടുക്കുന്നത്. നമ്മുടെ ചെസ്റ്റ് എത്രയാണോ ആ ഒരു അളവിനെ 4 ഭാഗമാക്കിയിട്ട് അതിലേക്ക് 2 ഇഞ്ചും ആദ്യം 4 ഭാഗമാക്കിയ അളവ് കൊടുത്തു. പിന്നെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തു. അതങ്ങനെ അവിടെ അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ കൈക്കുഴിക്കും വേണ്ടിയിട്ട് എൽ ഷേപ്പിൽ കൊടുത്ത് വരച്ചിട്ട് അവിടെ കൈക്കുഴിയും കൂടി ഒന്ന് വരച്ച് കൊടുത്ത് കറക്റ്റ് അളവ് കിട്ടുന്നുണ്ടോ തയ്യൽ തുമ്പ് കിട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി വരച്ച് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ അതും അവിടെ സെറ്റാക്കി കൊടുത്ത് നമുക്ക് കൈക്കുഴിയൊക്കെ കറക്റ്റ് അളവ് കിട്ടുന്നുണ്ടെന്നൊക്കെ ഒന്ന് നോക്കി സെറ്റാക്കി കൊടുക്കാം. അതിനുശേഷം മുകളിൽ നിന്ന് ഞാൻ നമ്മുടെ വേസ്റ്റ് ലെങ്ത്ത്, അതായത് വണ്ണം കുറഞ്ഞ ഭാഗത്തേക്കുള്ള ലെങ്ത്തും പിന്നെ ഓപ്പണിൻ്റെ ലെങ്ത്ത് ഞാൻ 24 അല്ലെങ്കിൽ 25 എടുക്കാറുള്ളത്. കുറച്ചൊരു ഇറക്കം ഓപ്പണിനാണ് കുറച്ചൊരു ഇറക്കം കൂടുതൽ കൊടുക്കാറുണ്ട് കേട്ടോ. വയറിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ചും കൂടി ഇറങ്ങിയിട്ട് നമുക്ക് കൂടുതൽ വണ്ണം തോന്നാതിരിക്കാൻ ആ ഒരു ഓപ്പൺ ഇങ്ങനെ ടൈറ്റായി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ നമ്മൾ വേസ്റ്റ് ലെങ്ത്തിൻ്റെ അവിടെ വേസ്റ്റ് റൗണ്ടിൻ്റെ അളവ്, അതായത് നമ്മൾ ബോഡിയിൽ നിന്ന് വേസ്റ്റ് റൗണ്ടായിട്ട് എടുത്ത അളവിനെ 4 ഭാഗമാക്കിയിട്ടുള്ള അളവും പിന്നെ അതിലേക്ക് 2 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തു. പിന്നെ നമ്മൾ ഓപ്പണിൻ്റെ അളവ് ലെങ്ത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അവിടെ നമ്മൾ ഹിപ്പിൻ്റെ ഏറ്റവും വീതിയുള്ള അളവ് എൻ്റേത് 54 ഇഞ്ചാണ്. 54 ഇഞ്ചിന് 4 ഭാഗമാക്കിയിട്ട്, അതായത് 4 കൊണ്ട് ഹരിച്ചിട്ടുള്ള അളവും ഓപ്പൺ കൊടുക്കുന്നത് കൊണ്ട് തന്നെ സ്ലിറ്റ് ആയിട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ 1.5 ഇഞ്ചാണ് ഞാൻ തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. ഇതുപോലെ തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൊത്തം ആ ഒരു ഭാഗത്തുള്ള അളവ് തന്നെയാണ് നമ്മൾ താഴേക്ക് കൊടുക്കുന്നത്. താഴേക്ക് കൊടുത്തിട്ട് അതിങ്ങനെ നേരെ നമ്മൾ എക്സ്ട്രാ 1 ഇഞ്ച് ഒന്നും കൊടുക്കുന്നില്ല. ഓപ്പൺ ലെങ്ത്തിൻ്റെ അതേ അളവ് തന്നെയാണ് താഴേക്ക് കൊടുത്തിട്ട് ഇങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സെയിം അളവ് കേട്ടോ, അവിടെയുള്ള നമ്മൾ എത്രയാണ് കറക്റ്റ് അളവ് 1.5 ഇഞ്ചും അതായിരുന്നു അതേ അളവ് താഴേക്ക് കൊടുത്തിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത്രയും ഭാഗം നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. നമ്മളിതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിവിടെ നമുക്കത് ഓപ്പണിൻ്റെ ഭാഗം അവിടെ നമ്മൾ ചെറുതായിട്ടൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, ഓപ്പണിൻ്റെ ലെങ്ത്ത് കേട്ടോ. ഇനി ബാക്കിയുള്ളതായി ഇത്രയും ക്ലോത്ത് ഉണ്ട്. ഇതിൽ നിന്ന് നമുക്ക് സ്ലീവ്സും കൂടി കട്ട് ചെയ്തെടുക്കാം. ഒക്കെ ഇപ്പോൾ ലൈനിങ്ങിൽ നിന്നാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊക്കെ നല്ല ക്ലോത്തിൽ നിന്ന് എടുക്കണം. അപ്പോൾ ഞാൻ സ്ലീവും കൂടി ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്താ പറയുക കട്ട് ചെയ്ത് റെഡി ആവാൻ വേണ്ടിയിട്ട് ഞാൻ ക്ലോത്ത് ഇങ്ങനെ കുറച്ച് കുറവൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഒരു സൈഡിൽ നിന്ന് ആദ്യം ഞാൻ ഒരു സ്ലീവ് കട്ട് ചെയ്തെടുക്കണം. ഇപ്പം രണ്ട് ക്ലോത്താണ്, അങ്ങനെ രണ്ടാക്കിയാണ് ഇപ്പോൾ ക്ലോത്ത് മടക്കിയിട്ടിട്ടുള്ളത്. ആദ്യം ഞാൻ ഒരു സ്ലീവ് കട്ട് ചെയ്തിട്ട് നമുക്ക് മറ്റേ ഭാഗത്തേക്ക് ക്ലോത്ത് കുറച്ച് കുറവായതുകൊണ്ട് വീതിയൊക്കെ കുറവായതുകൊണ്ട് നമ്മൾ സ്ലീവ് ആദ്യം കട്ട് ചെയ്തതിന് ശേഷം മറ്റേ ഭാഗത്തു നിന്ന് എടുക്കണം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അത് ലെങ്ത്ത് ആദ്യം അടയാളപ്പെടുത്തി കൊടുത്തു. 16.5 ഇഞ്ചാണ് ലെങ്ത്ത്. അതിലേക്ക് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് 18 ഇഞ്ച് ലെങ്ത്ത് അടയാളപ്പെടുത്തി. എന്നിട്ട് നമ്മൾ കൈക്കുഴിയുടെ ലെങ്ത്ത് അടയാളപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് ഒരു 3.5 ഇഞ്ച് ഇങ്ങോട്ട് അടയാളപ്പെടുത്തി ഇങ്ങോട്ട് ഇങ്ങനെ മുകളിൽ നിന്ന് ഒന്ന് ചെറുതായിട്ടൊരു ചെരിഞ്ഞ് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം അടയാളപ്പെടുത്തി മുകളിലേക്ക് ഈ ഒരു ഭാഗത്തൂടെയും സെൻറ്റർ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് ഈ ഒരു ഭാഗത്തൂടെ ഇങ്ങനെ വളച്ച് വരച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് കറക്റ്റായിട്ട് കൈക്കുഴി ഇങ്ങനെ കിട്ടും. കിട്ടിയതിന് ശേഷം ഒന്ന് അളന്ന് നോക്കാം നമ്മുടെ കൈക്കുഴി കറക്റ്റായിട്ടുണ്ടോ എന്ന്. അപ്പോൾ നമുക്ക് അളവ് കറക്റ്റാണ്. ഇനി നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുത്ത് നമുക്ക് സ്ലീവ് റൗണ്ട് കൊടുക്കാം. നമുക്ക് എത്രയാണോ ഇതിൻ്റെത് 13 ഇഞ്ചാണ്. അപ്പോൾ 6.5 ഇഞ്ച് സ്ലീവ് റൗണ്ടിൻ്റെ നമ്മൾ 13 ഇഞ്ചുള്ളത് രണ്ടാക്കുമ്പോൾ 6.5 ഇഞ്ചും 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഏറ്റവും വണ്ണുള്ള ഭാഗം അല്ലേ, കയ്യിൻ്റെ വണ്ണുള്ള ഭാഗം 16 ഇഞ്ചാണ്. അപ്പോൾ അതിനെ രണ്ടാക്കുമ്പോൾ 8 ഇഞ്ചും 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് അതൊക്കെ അടയാളപ്പെടുത്തി കൂട്ടി യോജിപ്പിച്ച് വരച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഒരു സ്ലീവാണ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ക്ലോത്ത് കുറച്ച് കുറവായാലും മറ്റേത് കട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. രണ്ടും കൂടി ഒപ്പം ഒരുമിച്ച് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ക്ലോത്ത് കുറച്ച് കുറവ് തോന്നി കേട്ടോ. ഒരു കൈക്കുഴി കറക്റ്റ് കിട്ടിയില്ലെങ്കിലോ എന്ന് തോന്നിയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു സ്ലീവ് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് വെച്ച് മറ്റേ ബാക്കിയുള്ള ക്ലോത്തിലേക്ക് ഇങ്ങനെ ഇതുപോലെ വെച്ചെടുക്കുമ്പോൾ കേട്ടോ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഇതും കൂടി ഇവിടെ വെച്ചൊന്ന് നമുക്ക് അതേ അളവിൽ കട്ട് ചെയ്തെടുത്താൽ അപ്പോൾ 2 സ്ലീവും റെഡി ആയിട്ടുണ്ട്. ഒക്കെ നമ്മൾ ലൈനിങ് തുണിയിലാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെയാണ് ഞാൻ ഇങ്ങനെയുള്ള ബിറ്റ് കിട്ടുമ്പോൾ ചെയ്യാറുള്ളത് കേട്ടോ. ഇനിയൊക്കെ നമുക്ക് നല്ല ക്ലോത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതും കൂടി ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇനി ഇതാണ് നമ്മുടെ മെയിൻ ക്ലോത്ത്. അപ്പോൾ ഇതിൻ്റെ 2 സൈഡിലും ഒക്കെ ഇതുപോലെയൊക്കെ ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി തയ്ച്ചിട്ടുണ്ട്. പിന്നെ കൂട്ടി യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ ഒക്കെ ഒന്ന് വേർത്തി 2 സൈഡിൽ മടക്കി തയ്ച്ചതൊക്കെ ഒന്ന് നിവർത്തി എടുക്കുന്നുണ്ട്. എന്നാലേ നമുക്ക് ക്ലോത്ത് കറക്റ്റായിട്ട് കിട്ടുള്ളല്ലോ. ഒക്കെ ഒന്ന് ഈ നടുവിലൂടെ ഒരു സ്റ്റിച്ചിങ് ഒക്കെ വരുന്നുണ്ട്, അതൊക്കെ ഒന്ന് നമ്മൾ അഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബാക്ക് പീസാണ് ആദ്യം ഞാനൊന്ന് 2 ആക്കി മടക്കിയിട്ടുള്ളത്. രണ്ടും സെപ്പറേറ്റ് ആക്കി. ആദ്യം നമുക്ക് ബിറ്റിൽ രണ്ടും കൂട്ടി യോജിപ്പിച്ചായിരുന്നു, 2 സെപ്പറേറ്റ് ആക്കിയിട്ട് ബാക്ക് പീസും ഫ്രണ്ട് പീസും സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം
ആദ്യം ബാക്ക് പീസ് മടക്കി രണ്ടാക്കി മടക്കിയിട്ടു. പിന്നെ ഫ്രണ്ട് പീസ് ഇതുപോലെ സെൻറ്റർ ഭാഗത്ത് കുറച്ച് മുൻഭാഗത്ത് നമുക്ക് വർക്കൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം നോക്കിയിട്ട് അതിനനുസരിച്ച് ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വരിക. അപ്പം ഫ്രണ്ട് ഭാഗത്തിനേക്കാൾ കുറച്ചും കൂടി ലെങ്ത്ത് കൂട്ടിയിട്ടാണ് ഞാൻ ബാക്ക് ഭാഗം ഇറക്കിയിട്ടിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ലൈനിങ്ങിൽ നമ്മൾ കട്ട് ചെയ്ത നമ്മുടെ കറക്റ്റ് അളവ് ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് സുഖമായിരിക്കും. ഒരു പിന്നും കൂടി പിൻ ചെയ്തും കൂടി ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ കറക്റ്റാക്കി വെച്ചിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ലൈനിങ് ഞാനിങ്ങനെ വീതിയിൽ കട്ട് ചെയ്തതുകൊണ്ട് കുറച്ചൊരിറക്കം കുറവാണ് കേട്ടോ, കുഴപ്പമില്ല. നമുക്ക് താഴ്ഭാഗമല്ലേ, ലൈനിങ് കുറച്ച് കുറവായാലും പ്രശ്നമില്ല. അപ്പോൾ നമ്മുടെ രണ്ട് ഭാഗവും, അതായത് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഇപ്പോൾ നമ്മൾ നല്ല ക്ലോത്തിലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സൈഡിലേക്ക് ഇത്രയും ക്ലോത്ത് ഉള്ളൂ ഇനി നമുക്ക്. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കൊരു ടെൻഷൻ ആവൂലേ. അപ്പോൾ ഞാൻ ചെയ്യാറുള്ളത് എന്താ വെച്ചാൽ ഇതിൻ്റെ പക്കത്തൊക്കെ ഇങ്ങനെ മടക്കി തയ്ച്ച ഭാഗമൊക്കെ ഒന്ന് അഴിച്ചെടുക്കണം. അഴിച്ചെടുത്തതിന് ശേഷം കറക്റ്റ് വെച്ചിട്ട് നമ്മുടെ സ്ലീവ് ലെങ്ത്തിനനുസരിച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ വിശദമായിട്ട് കാണിക്കാം കേട്ടോ. ആദ്യം നമ്മൾ ഇനി നെക്കും കൂടി ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ ആ വക്കൊക്കെ അഴിച്ചെടുക്കാനുള്ളതുകൊണ്ട് ഞാൻ വേറെ വെച്ചതാണ് കേട്ടോ. നമ്മൾ നെക്കൊന്ന് ചെയ്തിട്ട് അത് റെഡിയാക്കാമെന്ന് കരുതി. അപ്പോൾ നെക്കിൻ്റെ ഇങ്ങനെ വരുന്ന വർക്കൊക്കെ വരുന്നതാവുമ്പോൾ ഞാൻ ചെയ്യാറുള്ളത് ഇതുപോലെയാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലൂടെ ഒരു അര ഇഞ്ചില്ല, ഒരു 1/4 ഇഞ്ച് തയ്യൽ നമുക്ക് തയ്ക്കാനുള്ള ഒരു തയ്യൽ തുമ്പിട്ടിട്ട് ഇതുപോലെ നമ്മൾ അതേ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിപ്പോൾ നമ്മൾ നെക്ക് ഡിസൈൻ ഏത് രീതിയിൽ വന്നാലും അതേ ഷേപ്പിൽ ഒരു ഉള്ളിൽ 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ലൈനിങ് ക്ലോത്ത്, അതായത് നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് വെക്കാനുള്ള ലൈനിങ് നമ്മൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാറുള്ളത്? നമ്മൾ എന്ത് ചെയ്യും, നല്ല ഭാഗത്ത് നമ്മുടെ നല്ല ക്ലോത്തിൻ്റെ നല്ല ഭാഗത്ത് ഇതുപോലെ വെച്ചിട്ട് നമ്മളിങ്ങനെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് ചീത്ത ഭാഗത്തേക്ക് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ വെച്ചിട്ട് ഇതേപോലെ നമ്മൾ മറിച്ച് വെക്കാം കേട്ടോ. ഇതുപോലെ മറിച്ച് വെക്കുമ്പോൾ നമ്മുടെ നെക്ക് നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലെ എങ്ങനെയാണ് തയ്ക്കേണ്ടത് മനസ്സിലാവും. ഇതേപോലെ വെച്ചിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, മെഷീനിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് ചെയ്യാനുള്ളത്. ഇതിലൂടെ എങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഉള്ളിലൂടെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങോട്ട് സാധാ പോലെ ചീത്ത ഭാഗത്തേക്ക് മറിച്ച് എടുക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നതും കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടും ഒക്കെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ഭാഗമാണ്, നമ്മുടെ ക്ലോത്തിൻ്റെ നല്ല ഭാഗം, വർക്ക് കാണുന്ന ഭാഗമാണ്. അതിൻ്റെ മേലെ നമ്മൾ ലൈനിങ് വെച്ചിട്ട് എങ്ങനെയാണോ തയ്ക്കാറുള്ളത് അതുപോലെ വെച്ചിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ തയ്ക്കേണ്ടത് ഇപ്പുറ സൈഡിലേക്ക് ഇതുപോലെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. വച്ചിട്ട് നമ്മൾ ഇപ്പോൾ പിൻ ചെയ്ത് വെച്ചതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇളകൂല, നല്ല കറക്റ്റായിട്ട് നിന്നോളും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ നമ്മൾ കട്ട് ചെയ്തില്ലേ അതേ അതിലൂടെ തന്നെ ഉള്ളിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആ ഒരു വർക്കിൻ്റെ അടുത്തൂടായിട്ട് വരും കേട്ടോ. അതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ആ 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ലൈനിങ് ഒന്ന് കട്ട് ചെയ്യാം. ഇനി നമുക്ക് ചീത്ത ഭാഗത്തേക്ക് മറിച്ചെടുക്കണം. മറിക്കാൻ നല്ല വൃത്തിയായിട്ട് മറിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ചെറിയ കട്ടിങ് നമുക്ക് കൊടുക്കാം. ആ ഒരു സ്റ്റിച്ചിൽ തട്ടാത്ത രീതിയിൽ ചെറിയ കട്ടിങ് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് സാധാ ചെയ്യുന്ന പോലെ നമുക്ക് മറിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ പിൻ ചെയ്ത് വെച്ചതുകൊണ്ട് ആ പിന്നൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നല്ല ഭാഗത്തുനിന്ന് ചീത്ത ഭാഗത്തേക്ക് ലൈനിങ് മറിച്ച് കൊടുക്കുക. ഇതുപോലെ മറിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു വക്കിലൂടെ വർക്ക് അത്യാവശ്യം കുറച്ചൊരു ഹെവി വർക്കുമാണ്. അപ്പോൾ അതിൽ സൂചി തട്ടിയാൽ ചിലപ്പോൾ പൊട്ടാനൊക്കെ സാധ്യതയുണ്ട്, ശ്രദ്ധിച്ച്. ഇപ്പോൾ ഞാനിത് സ്പീഡ് കൂട്ടിയതാണ്. ഞാൻ നല്ല സ്ലോ ആയിട്ട് ആ വക്കിലൂടെ എങ്ങനെ വർക്കിലൊന്ന് അതിലവിടെ കുറച്ച് മുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ സ്റ്റിച്ചിങ് തട്ടി കഴിഞ്ഞാൽ സൂചി പൊട്ടുക. പൊട്ടാതെ ഭയങ്കര സ്ലോ ആയിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്.
നമ്മുടെ നെക്ക് അടിപൊളിയായിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതേപോലെയൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കതൊരു ഉപകാരമാവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുന്നത്. ഇനി നമുക്ക് ലൈനിങ് ക്ലോത്തും നല്ല ക്ലോത്തും ഒരുമിച്ച് തയ്ക്കണം. അതുപോലെ താഴ്ഭാഗം, ലൈനിങ്ങിൻ്റെ താഴ്ഭാഗം മടക്കി തയ്ക്കേണ്ടതാണ്. പക്ഷേ അതിൻ്റെ താഴ്ഭാഗം മടക്കി തയ്ക്കാണ്ടാത്ത നല്ല രീതിയിൽ വരുന്നൊരു ക്ലോത്ത് ആയതുകൊണ്ട് ഞാൻ മടക്കി തയ്ച്ചിട്ടില്ല. ഇനി ഇതാ ലൈനിങ് ക്ലോത്തും നല്ല ക്ലോത്തും തമ്മിൽ നമുക്കൊന്ന് രണ്ട് സൈഡും കൂട്ടി ഒന്ന് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ ലൈനിങ് ഇതാ ഇതുപോലെ ഇങ്ങനെ നമ്മൾ അമർത്തി കൊടുത്ത് ചുളിവൊന്നും ഇല്ലാത്ത രീതിയിൽ ജസ്റ്റ് ഇങ്ങനെ വലിച്ച് പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ആദ്യം ഒരു സൈഡ് തയ്ക്കാം, എന്നിട്ട് മറ്റേ സൈഡ് തയ്ച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എക്സ്ട്രാ വരുന്ന ക്ലോത്തുകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി ഒഴിവാക്കണം. ലൈനിങ്ങിലായാലും നല്ല ക്ലോത്തിലായാലും എക്സ്ട്രാ വരുന്നതൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കി സെറ്റാക്കിയതാ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഭാഗം അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ, നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് ഭാഗവും ഇതുപോലെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ അളവ്, അതായത് വിടുത്ത് നമ്മൾ ഇനി ഫ്രണ്ട് ഭാഗത്ത് ഇപ്പോൾ റെഡിമെയ്ഡ് ഇങ്ങനെയുള്ളതാകുമ്പോൾ നമുക്ക് എക്സ്ട്രാ ഇടാൻ പറ്റില്ലല്ലോ നെക്കിൻ്റെ വിടുത്ത്. ഇതിൽ വരുന്നത് എന്താണോ അത് നമ്മൾ എടുക്കേണ്ടി വരും. അതുകൊണ്ട് ബാക്കിനും അതേ നെക്ക് വിടുത്ത് തന്നെ കൊടുക്കണം, ഷോൾഡറിൻ്റെ ആ ഭാഗത്തുള്ള വിടുത്ത്. അപ്പോൾ ഞാൻ ഫ്രണ്ട് ഭാഗത്ത് എത്ര വിടുത്ത് വരുന്നതെന്ന് കറക്റ്റ് നോക്കിയിട്ട് ആ അളവിന് രണ്ട് പകുതിയാക്കിയിട്ടാണ് ഇവിടെ രണ്ടാക്കി മടക്കിയിട്ട് ബാക്ക് നെക്ക് ചെയ്യണത് കേട്ടോ. അപ്പോൾ നമുക്കൊരു 6 ഇഞ്ചാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ 2 ഭാഗമാക്കി 3 ഇഞ്ച് നെക്ക് വിടുത്തും കൊടുത്തിട്ടുണ്ട്. ലെങ്ത്ത് ഞാനപ്പോൾ കുറച്ച് കൂട്ടി. ഞാൻ സാധാരണ 3 ഇഞ്ചാണ് നെക്കിൻ്റെ ലെങ്ത്ത് ബാക്ക് നെക്ക് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇതിലെന്താ വെച്ചാൽ നമുക്ക് കുറച്ച് വീതി കുറവാണ്. ഞാൻ സാധാരണ 3.5 ഇഞ്ച് നെക്ക് വിടുത്ത് എടുക്കാറുള്ളത് കൊണ്ട് 3 ഇഞ്ചാണ് ഇതിന് കിട്ടുക. നമ്മൾ എങ്ങനെയുള്ള ബിറ്റാകുമ്പോൾ നമുക്ക് അതിൽ കൊടുത്ത രീതിയിലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എടുത്തിട്ടുണ്ട്. ലെങ്ത്ത് ഞാൻ അപ്പോൾ ഒരു 5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ടൈറ്റ് ഇങ്ങനെ കിടക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ അതവിടെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതാ ബാക്ക് പീസ് ഇതുപോലെ നല്ല ഭാഗം കാണുന്ന രീതിയിൽ വെക്കുക. ഇനി സാധാ ചെയ്യുന്ന പോലെ തന്നെ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ എന്താ പറയുക ആ ഒരു സ്റ്റിച്ച് ചെയ്ത് ഉള്ളിലേക്ക് മറിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഷോൾഡർ കൂട്ടുന്നതും കൂടി ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ അതും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. നമ്മൾ ഒരുപാട് കാലം ഷോൾഡർ കൂട്ടുന്നതും ചെയ്യുന്നതൊക്കെ കാണിച്ചിട്ട്, അപ്പോൾ ഇതിൽ അതും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ബാക്ക് പീസാണ്. ബാക്ക് പീസിനെ നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം രണ്ടാക്കി മടക്കിയിട്ട് സെൻറ്റർ മനസ്സിലാവാൻ വേണ്ടി ഇവിടെ ഒന്ന് കട്ടിങ് കൊടുക്കുന്നുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് ആദ്യം ബിഗിനേഴ്സിനായിരിക്കും കൂടുതൽ ഉപകാരപ്രദമാവുക. ഇനി ഇതാ നമ്മൾ നല്ല ക്ലോത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ലൈനിങ് നമ്മൾ വരച്ച് കൊടുത്ത നെക്കിൻ്റെ ഡിസൈൻ കാണുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നാൽ സെൻറ്റർ ഭാഗത്തൂടെ ആദ്യം ജസ്റ്റ് ഒന്ന് കുറച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നെക്കിൻ്റെ വരച്ച് കൊടുത്ത ഭാഗത്തൂടെ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഉള്ളിലൂടെ ഒന്ന് കട്ട് ചെയ്ത് 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ഉള്ളിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി അത് നമ്മൾ എന്ത് ചെയ്യും, നല്ല ഭാഗത്തു നിന്ന് ചീത്ത ഭാഗത്തേക്ക് മറിച്ച് തയ്ക്കാറാണ് ചെയ്യുക. അപ്പോൾ ആ തയ്ക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഫ്രണ്ട് ഭാഗത്തിന് ഷോൾഡർ ഒന്ന് കൂട്ടി തയ്ക്കണം. അപ്പോൾ അതേ ഉള്ളിലേക്ക് മറിച്ച് കൊടുക്കാൻ നമ്മൾ എളുപ്പത്തിന് ഇവിടേക്ക് ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ട് പീസ് എടുക്കാം. അത് നമുക്ക് ബാക്ക് പീസിൻ്റെ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഇങ്ങനെ വെക്കാം. നമ്മൾ ഉള്ളിലേക്ക് മറിച്ച് തയ്ക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ വെച്ചിട്ട് ഇപ്പം നമ്മുടെ ഫ്രണ്ട് ഭാഗം എടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗത്തിൻ്റെ നല്ല ഭാഗവും ബാക്ക് ഭാഗത്തിൻ്റെ നല്ല ഭാഗവും ഒരുമിച്ച് വരുന്ന രീതിയിൽ നമ്മൾ ലൈനിങ്ങിൻ്റെ ക്ലോത്ത് ഒന്ന് ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിവിടെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ലൈനിങ് ക്ലോത്ത് ഇങ്ങനെ ഇങ്ങോട്ട് തന്നെ തിരിച്ച് പിടിച്ചിട്ട് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം ഒരു സൈഡ് തയ്ക്കാം, എന്നിട്ട് നമുക്ക് മറ്റേ സൈഡും കൂടി അതുപോലെ തന്നെ തയ്ക്കാം. അപ്പോൾ ഇതുവരെ തയ്ച്ചിട്ട് ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ, മറിച്ചെടുക്കുമ്പോൾ വൃത്തിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു സൈഡ് നമ്മൾ തയ്ച്ചിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും അതുപോലെ തന്നെ തയ്ച്ച് കൊടുക്കാം. ലൈനിങ്ങിൻ്റെ ക്ലോത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടുന്ന് ബാക്ക് പീസിൻ്റെ ആ ലൈനിങ് ക്ലോത്ത് ഉണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് ഇവിടുന്ന് ഇങ്ങനെ മാറ്റി കൊടുത്തിട്ട് ആ ഗ്യാപ്പിലേക്ക് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ നല്ല ഭാഗം വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ലൈനിങ് ഇതുപോലെ മറിച്ച് കൊടുത്തിട്ട് ഒരു 1/2 ഇഞ്ച്
തയ്യൽ തുമ്പിട്ടിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് നമ്മളിങ്ങനെ നോക്കിയിട്ട് വേണം. 4 ക്ലോത്ത് ഉണ്ടാവും, 2 ലൈനിങ്ങിൻ്റെ ക്ലോത്തും 2 നല്ല ക്ലോത്തും. ലൈനിങ്ങിൻ്റെ ക്ലോത്ത് രണ്ടും ഒരുമിച്ച് വരും, നല്ല ക്ലോത്ത് രണ്ടും ഒരുമിച്ച് വരുന്ന രീതിയിലായിരിക്കും വരുന്നത്. അതൊക്കെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ഇനി നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മറിച്ച് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ കറക്റ്റായിട്ട് വരും കേട്ടോ. കണ്ടോ, നല്ല രീതിയിൽ വൃത്തിയായിട്ട് ഷോൾഡറിൻ്റെ ഭാഗമൊക്കെ ഒന്ന് അടിപൊളിയായിട്ട് തന്നെ വരും. ഉള്ളിലേക്ക് നമുക്ക് നോക്കാം, തയ്യൽ തുമ്പൊന്നും കാണാത്ത രീതിയിൽ കണ്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗം ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. ഒന്ന് തുടങ്ങിയിട്ട് നെക്കിൻ്റെ ബാക്ക് നെക്കിൻ്റെ അതേ ഷേപ്പിൽ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മറ്റേ ഷോൾഡറിൻ്റെ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കിൻ്റെ ഒക്കെ ഷോൾഡർ കൂട്ടി അടിപൊളിയായിട്ട് നെക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് ചെയ്ത പോലെ തന്നെ 2 സൈഡും ലൈനിങ് ക്ലോത്തും നല്ല ക്ലോത്തും തമ്മിൽ ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ ഉള്ളിൽ ലൈനിങ് ക്ലോത്തും നല്ല ക്ലോത്തും കേട്ടോ ഇങ്ങനെ ഒരുപോലെ വെച്ചിട്ട് കറക്റ്റായിട്ട് പിടിച്ചിട്ട് തുണി ഇങ്ങനെ നല്ല രീതിയിൽ വെച്ച് കൊടുക്കണം. അത് ഉള്ളിൽ ചുളിവൊന്നും വരാത്ത രീതിയിൽ വലിച്ച് പിടിച്ചിങ്ങനെ 2 സൈഡും തയ്ച്ച് എക്സ്ട്രാ വരുന്ന ക്ലോത്തുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റി ഇതുപോലെ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് സ്ലീവ് വെക്കണം അല്ലേ. അപ്പോൾ സ്ലീവ് നമ്മളിതാ ഈ സൈഡിൽ കൂട്ടി തയ്ച്ച ഭാഗമൊക്കെ ഞാനിങ്ങനെ തുന്നൊക്കെ അഴിച്ച് കാണുമ്പോൾ മനസ്സിലാവും തുന്നൊക്കെ അഴിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ആ തുന്നയിക്കുന്ന ആ ഒരു ഈ ഒരു സംഭവം വെച്ചിട്ട് തുന്നൊക്കെ അഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് അയൺ ചെയ്ത് കൂടി എടുക്കുകയാണെങ്കിൽ നമുക്ക് വൃത്തിയായിട്ട് കിട്ടും. ഞാൻ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് ഒരുപോലെ നമ്മുടെ ക്ലോത്ത് ഇങ്ങനെ എങ്ങനെയാണ് വരുന്നത് അതുപോലെ ഒരുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. കാരണം ഇവിടെയൊക്കെ ഞാൻ 4 പീസ് തുണി ഉണ്ടാവും അല്ലേ, 4 പീസ് തുണി ഉണ്ടാവും. ആ തുണിയുടെ സൈഡൊക്കെ തുന്നയിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കറക്റ്റ് സ്ലീവ്. ഇത് നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ നമുക്ക് ക്ലോത്ത് ഞാൻ അയൺ ചെയ്ത് 4 പീസും ഒരുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് നമ്മൾ 18 ഇഞ്ചാണല്ലോ. അപ്പോൾ ഞാനൊരു ഏകദേശം ഒരു 18-19 ഇഞ്ചാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കുറയേണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ അവിടെ നിന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് ആ ഭാഗം ആദ്യം നിന്ന് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നിന്നും കിട്ടും 19 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 പീസായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇവിടെ ഒന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. 18 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്താണ് കേട്ടോ. അതൊന്ന് ഞാൻ എക്സ്ട്രാ 1/2 ഇഞ്ച് കൂടി കൂട്ടിയിട്ട് 18 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഉണ്ടോ ഇവിടെയും അങ്ങനെ 2 പീസ് നമ്മൾ ആ നീളത്തിലുള്ള സൈഡിൽ നിന്ന് കിട്ടിയ ഭാഗത്തു നിന്ന് ഇങ്ങനെ 2 പീസ് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ ഞാനൊക്കെ ഒന്ന് ജസ്റ്റ് എക്സ്ട്രാ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ ഇപ്പോൾ 4 പീസ് ഇതിലും 4 പീസ് മറ്റേലും ഉണ്ട് കേട്ടോ. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിനെയൊക്കെ ഒന്ന് യോജിപ്പിച്ച് ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റായിട്ട് വെച്ചിട്ട് ഒക്കെ ഒന്ന് ഓരോ താഴെയുള്ള പീസും ഇപ്പം ഓരോന്ന് കറക്റ്റായിട്ട് 4 പീസ് ഈ ഭാഗത്ത് 4 പീസ് ആ ഭാഗത്തുണ്ട്. അതൊക്കെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഉണ്ടോ 4 പീസ് വരുന്നുണ്ട്. അത് തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ തയ്യൽ തുമ്പ് കാണുന്ന രീതി നമ്മൾ സ്ലീവിന് കട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും ആദ്യത്തെ ഭാഗം നല്ല ഭാഗക്കാരൻ ഉള്ളിലുള്ളത് അങ്ങനെ നമുക്ക് ഏകദേശം എങ്ങനെയാണോ സ്ലീവ് കട്ട് ചെയ്യേണ്ടത് ആ രീതിയിൽ വെച്ച് സെറ്റാക്കി ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മുകളിൽ കാണുന്നത് തയ്യൽ തുമ്പ് തയ്ച്ചത് കാണാത്ത രീതിയിലാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള പീസ് എങ്ങനെ മനസ്സിലായിട്ടുണ്ടാവും എനിക്ക് എങ്ങനെയാണ് ഇപ്പോൾ പറയാമെന്നറിയില്ല. എന്നാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണോ സ്ലീവ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരും ആ രീതിയിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിവിടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ലൈനിങ്ങിൽ കട്ട് ചെയ്ത് വെച്ച കറക്റ്റ് സ്ലീവ് ഇതുപോലെ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് മുകളിൽ ഭാഗത്തും ഓപ്പൺ വരുന്നതുകൊണ്ട് അത് തയ്ക്കാനുള്ള ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് വേണം ഈ ഒരു സ്ലീവ് വെച്ച് കൊടുക്കാൻ. എന്നിട്ട് നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ ചീത്ത ഭാഗം നല്ല ഭാഗമൊക്കെ വരുന്നതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്.
കണ്ടോ ഇവിടെ ഇപ്പോൾ നല്ല ക്ലോത്ത് ആയിരിക്കും, ഉള്ളിൽ വരുന്നത് ചീത്ത ക്ലോത്ത് ആയിരിക്കും. അങ്ങനെ അങ്ങനെ നമ്മൾ ഓരോ 2 സ്ലീവും കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇത് തമ്മിലും ഒന്ന് അറ്റാച്ച് ചെയ്ത് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ സ്ലീവ് എടുക്കാറുള്ളത് ഇങ്ങനെയുള്ള ബിറ്റ് എടുക്കുമ്പോൾ കേട്ടോ. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് യോജിപ്പിച്ച് സ്ലീവൊക്കെ അതിൽ വെച്ച് സ്ലീവിൻ്റെ താഴ്ഭാഗമൊക്കെ ഒന്ന് മടക്കി തയ്ച്ച് അടിപൊളിയാക്കി എടുക്കാം. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാവും. അപ്പോൾ ഞാനിതാ ഇതുപോലെ ആദ്യം സ്ലീവിന് നല്ല ക്ലോത്ത് രണ്ടും കൂട്ടി യോജിപ്പിച്ചെടുത്തു. അതിനുശേഷം ലൈനിങ് മൊത്തത്തിൽ അറ്റാച്ച് ചെയ്ത് താഴ്ഭാഗമൊക്കെ ഒന്ന് മടക്കി തയ്ച്ച് ഇതുപോലെ ലൈനിങ്ങും നല്ല ക്ലോത്തും തമ്മിൽ അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ക്ലോത്തിലൊന്ന് വെച്ചിട്ട് നമ്മുടെ ചുരിദാറിൽ വെച്ചിട്ട് ഇതുപോലെ ആയിരിക്കുമല്ലോ സ്ലീവ്, ഇതുപോലെ വരും. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ ചെറിയ കട്ടിങ് നമ്മൾ അവിടെ സ്റ്റിച്ചിങ് കാണുമ്പോൾ മനസ്സിലാവും സെൻറ്റർ ഭാഗം ഏതാണ്. അത് നമ്മൾ ഷോൾഡർ കൂട്ടിയ ഭാഗത്ത് കറക്റ്റ് സെൻറ്റർ ഭാഗം വെച്ചിട്ട് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, സെൻറ്റർ ഭാഗത്തുനിന്ന് ഒരു സൈഡിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും സെൻറ്റർ ഭാഗത്തേക്ക് തന്നെ വന്നിട്ട് അവിടുന്ന് മറ്റേ സൈഡിലേക്കും തയ്ച്ച് ഇതുപോലെ മറിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് സ്ലീവ് അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ആ ക്ലോത്തിൽ നിന്ന് ഒരു സൈഡിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത്രയും വണ്ണുള്ള എനിക്ക് തന്നെ അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്ലീവ് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അടിപൊളിയായിട്ട് സ്ലീവ് കിട്ടും. സ്ലീവ് കിട്ടാത്തതായിരിക്കും കൺഫ്യൂഷൻ, എനിക്കങ്ങനെ വരാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് സ്ലീവൊക്കെ നമ്മുടെ ക്ലോത്തിൽ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ ചീത്ത ഭാഗം കാണുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് സ്ലീവ് റൗണ്ടിൻ്റെ എൻ്റെ ഭാഗം മുതൽ 1 ഇഞ്ച് വീതിയിൽ നമുക്കിങ്ങനെ തയ്ച്ച് കൊടുക്കാം. കൈക്കുഴി രണ്ടും കറക്റ്റാക്കി വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം. വെച്ചിട്ട് ഇങ്ങനെ തയ്ച്ച് വരാം. സൈഡിലൂടെ 1 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ഓപ്പണിൻ്റെ ഭാഗം നമ്മൾ ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് അല്ലേ, ആ കട്ടിങ് ഇവിടെയാണ്, അവിടെ വരെ ഏകദേശം 1 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ തയ്ച്ച് എടുക്കുന്നുണ്ട്. ഇവിടെ ഏകദേശം നമ്മൾ ആ ഒരു 1 ഇഞ്ച് കണ്ടോ, ഇവിടെ 1 ഇഞ്ച് കറക്റ്റായിട്ട് വരുമ്പോൾ നമുക്ക് അവിടെ അധികം ടൈറ്റായിട്ടും വരില്ല. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. എനിക്കിങ്ങനെ അവിടെ ഓപ്പണിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ടൈറ്റായി നിൽക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ 1.5 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് എടുത്തിട്ടുണ്ട് അവിടെ ഓപ്പണിൻ്റെ ഭാഗത്ത്. അപ്പോൾ 1 ഇഞ്ച് നമ്മൾ തയ്ക്കുമ്പോൾ അത് നമുക്കൊരു കുറച്ചൊരു ലൂസും ഉണ്ടാവും. അങ്ങനെ ആ ഒരു രീതിയിൽ കിട്ടുമല്ലോ. അങ്ങനെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇനി നമുക്ക് ഓപ്പണ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ക്ലോത്ത് ഇങ്ങനെ കറക്റ്റായിട്ട് ഇതുപോലെ നമ്മൾ മെഷീനിൽ ഇതുപോലെ പിടിച്ചതിന് ശേഷം ഇവിടുന്ന് ഇങ്ങനെ ഞാനിങ്ങനെ ജസ്റ്റ് അതേ അളവിൽ, അപ്പം മുകളിൽ നമ്മൾ തയ്ച്ചിങ്ങനെ ആ ക്ലോത്ത് നിൽക്കുന്ന അതേ അളവിൽ ഞാൻ ജസ്റ്റ് ഇതുപോലെയാണ് ഞാൻ ചെയ്യാറുള്ളത്. ഇങ്ങനെ മടക്കി ഇതിപ്പോൾ കുറച്ചൊരു പിടിച്ചാൽ കിട്ടുന്ന ക്ലോത്ത് ആയതുകൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്തൊക്കെ ആകുമ്പോഴാണ് ബുദ്ധിമുട്ട്. അതുപോലെ ഇങ്ങനെ മുകളിൽ വരുന്ന നമ്മളെ ഓപ്പണിൻ്റെ ഭാഗത്ത് വരുന്ന അതേ രീതിയിൽ തന്നെ താഴെ വരെ ഞാൻ ഇങ്ങനെ മടക്കും. എന്നിട്ട് നമ്മൾ ഒന്നും കൂടി ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ മടക്കി ജസ്റ്റ് തയ്ച്ചിങ്ങനെ വന്ന് ഇതുപോലെ ഇങ്ങനെ മുകളിൽ വരെ നമ്മൾ ആ ഓപ്പണിൻ്റെ ആ ഒരു സ്റ്റിച്ചിൻ്റെ വരെ ഇതുപോലെ ഇങ്ങനെ കറക്റ്റായിട്ട് ആ ഒരു അളവിൽ തന്നെ കേട്ടോ. അതുപോലെ ഈ ഒരു രീതിയിൽ തന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് വരാം. ആദ്യം ഇങ്ങനെ മടക്കി പിന്നെ ഒന്നും കൂടി ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് മടക്കും. അപ്പോൾ കറക്റ്റ് അധികം വീതി സ്ലിറ്റിന് ഇങ്ങനെ അധികം വീതി ഉണ്ടാകുന്നതും ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ അല്ലേ. അപ്പോൾ അതേപോലെ ഇങ്ങനെ തയ്ച്ചിട്ട് ഇവിടെ വരെ സ്റ്റിച്ച് ഇതുവരെ തയ്ച്ചവിടെ നിർത്തിയതിന് ശേഷം വീണ്ടും ഈ ഒരു ഭാഗത്തുനിന്ന് താഴെ നിന്ന് ഞാൻ അങ്ങനെ വീണ്ടും സ്റ്റിച്ച് ചെയ്ത് ഇവിടെ വരെ എത്തും. എന്നിട്ട് കൂട്ടി യോജിപ്പിച്ച് എടുക്കും. അങ്ങനെയാണ് ഞാൻ ഓപ്പണ് സ്റ്റിച്ച് ചെയ്യാറുള്ളത്. ഈ ഒരു ഭാഗത്തെത്തുമ്പോൾ അതവിടെ ഇങ്ങനെ നമ്മൾ ഒന്ന് തയ്ച്ചെടുത്താൽ മതിയല്ലോ. എന്നിട്ട് വേണമെങ്കിൽ മറ്റേ സൈഡും കൂടി തയ്ക്കാം കേട്ടോ. അങ്ങനെ 2 സൈഡും തയ്ച്ച് എടുക്കാം. പിന്നെ താഴ്ഭാഗം നമുക്ക് മടക്കി തയ്ക്കാനൊന്നുമില്ല, ഒക്കെ ഓൾറെഡി തയ്ച്ച് വെച്ചിട്ടുള്ളതായതുകൊണ്ട് വേറെ ഒന്നും ചെയ്യാനുമില്ല. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ കുർത്തിയുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി നമ്മൾ അതിൻ്റെ ഇട്ടിട്ടുള്ള ഭാഗം ഞാൻ കാണിച്ചു തരാം. നമ്മൾ പാൻറ്റ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. പാൻറ്റ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലോത്ത് ഇങ്ങനെ ആദ്യം ഒരു ക്ലോത്ത് നല്ല ഭാഗം കാണുന്ന രീതിയിൽ വെക്കാം, മറ്റേ ക്ലോത്തിൻ്റെ നല്ല ഭാഗം ഉള്ളിൽ വരുന്ന രീതിയിലും വെക്കാം. 2 ക്ലോത്തിൻ്റെ നല്ല ഭാഗങ്ങൾ രണ്ടും ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് മറിച്ച് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്തെടുത്ത് വരാം. അപ്പോൾ ഉള്ളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് മുകളിലൂടെ ഒന്ന് നല്ല ഭാഗത്തുകൂടി ഒന്ന് പ്രസ് ചെയ്ത് തയ്ച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഒരു സൈഡ് നമ്മൾ കൂട്ടി, ഇനി മറ്റേ സൈഡിലും അതേപോലെ ഇതുപോലെ വിരിച്ച് വെക്കാം. വരിച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. തയ്ക്കുന്നത് എവിടെ നിന്ന് വെച്ചാൽ മുകളിൽ നിന്ന് ഞാൻ ഏകദേശം ഒരു 5-6 ഇഞ്ച് ഈ മുകളിൽ നിന്ന്
ഏകദേശം ഒരു 5 ഇഞ്ചോ അല്ലെങ്കിൽ 6 ഇഞ്ചോ താഴേക്ക് ഇതാ ഇങ്ങനെ പിടിച്ചിട്ട് അവിടെ നിന്നാണ് ഞാൻ തയ്ക്കാറ്. കാരണം മുകളിൽ നമുക്ക് ഞാൻ കയറ് വെച്ച് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് കയറിനുള്ള ഒന്ന് മടക്കണം. ഇതുപോലെയൊക്കെ ഒന്ന് മടക്കി ഇങ്ങനെ മടക്കി കൊടുക്കണം. അപ്പോൾ അതിനൊരു 6 ഇഞ്ച് താഴെ നിന്ന് നമ്മളിങ്ങനെ താഴെ ഒരു 2 സ്റ്റിച്ചിങ് കൊടുത്തതിന് ശേഷം ഇവിടെ ഈ ഭാഗം നമ്മൾ ഓപ്പൺ തയ്ക്കണ പോലെ ഉള്ളിലേക്ക് മടക്കി തയ്ക്കാം. തയ്ച്ചിട്ട് മുകളിൽ നമുക്ക് നമ്മുടെ കയറിടാനുള്ള അത്ര വീതിയിലൊന്ന് മടക്കി തയ്ച്ചെടുക്കാം. അലാസ്റ്റിക് അല്ലല്ലോ, കയറാണ് കേട്ടോ ഞാൻ ഇടാറുള്ളത്. അപ്പോൾ അങ്ങനെ കയറിടുന്ന രീതിയിൽ ഇതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെ നമ്മളൊരു ഏകദേശം ഓപ്പണൊക്കെ നമ്മൾ ചുരിദാർ ഓപ്പണൊക്കെ തയ്ക്കണ പോലെയാണ് തയ്ച്ചിട്ടുള്ളത്. എന്നിട്ട് ചുറ്റുഭാഗവും പിന്നെ നമ്മൾ 1 ഇഞ്ച് വീതിയിൽ മടക്കി തയ്ച്ചിട്ടുണ്ട് കയറിട്ട് കൊടുക്കാനായിട്ട്. ഇനി താഴ്ഭാഗം ഏകദേശം 1 ഇഞ്ച് വീതിയിൽ മടക്കി തയ്ച്ചതിന് ശേഷം നമുക്ക് ലെഗ് റൗണ്ട് ഇവിടുന്ന് ഏകദേശം 1 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ താഴെ നിന്ന് ഇപ്പുറ ഭാഗത്ത് കാല് വരെ തയ്ച്ചെടുക്കുമ്പോൾ നമ്മുടെ പാൻറ്റും നമുക്ക് അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് കിട്ടും. അപ്പോൾ നമുക്ക് പാൻറ്റ് പെട്ടെന്ന് തയ്ച്ചെടുക്കാം അല്ലേ. അപ്പോൾ ഇതാണ് ഞാൻ ഇട്ടിട്ടുള്ള ഒരു കുർത്തി തയ്ച്ചിട്ട് ഇട്ടിട്ടുള്ള ലുക്ക് കേട്ടോ. അപ്പോൾ നെക്കൊക്കെ എനിക്ക് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ലൂസിലാണ് ഞാൻ തയ്ക്കാറുള്ളത്. അധികം ഇങ്ങനെ റിങ്ങ് പിടിച്ച് എടുക്കാറില്ല. ടോപ്പണിൻ്റെ ഭാഗമൊക്കെ കണ്ടോ നമുക്ക് ടൈറ്റായി വരാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട്. 1 ഇഞ്ച് ആണ് ഞാൻ അവിടെ ഓപ്പണിൻ്റെ ഭാഗം തയ്ച്ചപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് അവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ പാൻറ്റ് ഈ ഒരു ലൂസിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അധികം ഇറക്കില്ല, ഒരു പാകത്തെ ഇറക്കാം. നമ്മൾ അധികം ഇങ്ങനെ നിലത്ത് എഴുന്ന ലെങ്ത്തും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ സ്ലീവൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ എൻ്റെ ഒരു ചുരിദാർ ബിറ്റ് കിട്ടിയാൽ കട്ട് ചെയ്തെടുക്കാറുള്ളത്. കട്ടിങ്ങാണ് ഞാൻ കാര്യമായിട്ട് മെയിനായിട്ട് ഇതിൽ കാണിക്കാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ സംശയിച്ച് നിൽക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കിതൊരു വീഡിയോ ഉപകാരമാവും. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.